friends, welcome back to your channel Tech vlogsCoconut. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ നല്ലൊരു അടിപൊളി ക്രാഫ്റ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങൾ പറഞ്ഞു കേട്ടോ. അടിപൊളി ബ്ലാക്ക് എന്താ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആണോ എന്താന്നൊക്കെ നിങ്ങൾ പറയണം. നമ്മളപ്പോൾ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. നമ്മൾ അല്ലെങ്കിൽ ആ മുറി ഫുള്ളായിട്ട് കാണാനായിരുന്നു. ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡിലൻ ക്രാഫ്റ്റ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു അടിപൊളി ക്രാഫ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഞാനിവിടെ എടുത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി മിനിയോണില് നമ്മൾ പറയുന്നത് ചിരട്ടയാണെന്ന് ആരെങ്കിലും പറയുമോ? അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ ക്രാഫ്റ്റ്. നിങ്ങളെന്നെ നോക്കിക്കേ, കറക്റ്റ് ഒരു മിനിയോന്റെ സെയിം ആയിട്ട് തന്നെ നമ്മുടെ ഈ സാധാ ചിരട്ടോട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് ചിരട്ടയാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള ഈ ക്രാഫ്റ്റ് ചെയ്തെടുക്കാന്ന്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ചില കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്രാഫ്റ്റ് കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നമ്മൾ കുറേ ക്രാഫ്റ്റ് ഇതിനു മുമ്പ് അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആ വീഡിയോ കയറി കാണാനുള്ള ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമയങ്ങളെ നേരെ നമ്മുടെ അടിപൊളി ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ 2 ചിരട്ട എടുത്ത് സാൻഡ് പേപ്പർ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് സ്മൂത്ത് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ഗുട്ടൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഏറ്റവും സെറ്റപ്പായിട്ട് ഫിനിഷിങ് നമുക്ക് അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്യാനൊക്കെയാണ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ 2 ചിരട്ട അങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ മറ്റേ ആ കൊട്ടത്തേങ്ങയില്ലേ, അത് കിട്ടുവാണെങ്കിൽ അതാട്ടെ ഏറ്റവും നല്ലത്. പിന്നെ ഒട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പിന്നെ അതങ്ങ് ഒട്ടിച്ചു. പിന്നെ നമ്മുടെ മിനിയോൺസിൻ്റെ കളർ അറിയാലോ, യെല്ലോ കളറ്. അതപ്പോൾ ആദ്യം തന്നെ അങ്ങ് എടുത്ത് വെച്ചേക്കുക. അതെന്ന് വെച്ചാൽ നമ്മളങ്ങ് ആദ്യം അടിച്ചു കൊടുക്കുവാണെങ്കിൽ അതങ്ങ് ഉണങ്ങിയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് കുറച്ച് സമയമുണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്ത് തകർത്ത് പൊളിച്ച നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഓരോ ഫോട്ടോസാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ക്രാഫ്റ്റൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഓരോ വീഡിയോ കണ്ടു വെച്ചാൽ അടുത്ത വീഡിയോ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ മാറി പോകല്ലേ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് ഐഡിയാസ് എന്ന്. അപ്പോൾ ചാനലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓരോ വീഡിയോസും 1 by 1 മണിയായിട്ട് കാണാൻ പറ്റും. അപ്പോഴേ ഈ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനത് ഫുൾ അങ്ങ് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിന് ശേഷമേ അവൻ്റെ മറ്റേ 2 കണ്ണാടിയില്ലേ ഈ മിനിയോൺസിൻ്റെ, അത് നമ്മളങ്ങ് വരച്ചെടുക്കുവാണേ. വരച്ചെടുക്കാനായിട്ട് വലിയ അളവൊന്നും പറയാൻ പറ്റില്ല. ഞാനിവിടെ കിടന്നൊരു നമ്മുടെ ആ ഇതില്ലേ പിന്നെ പശ തന്നെ ഫെവിക്കോൾ തന്നെ അടപ്പില്ലേ, ആ അടപ്പ് 2 എണ്ണം വെച്ച് 2 കണ്ണങ്ങ് വരച്ചു. പിന്നെ അതിൻ്റെ ചുറ്റും 2 വര വേണമല്ലോ, 2 കണ്ണട പോലെ ഇരിക്കണമല്ലോ. അതിന് വേണ്ടി ആ കണ്ണടയായിട്ട് അങ്ങ് വരച്ചു വെച്ചു. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ നേരെ നെറ്റിൽ കയറിക്കോളുക. ആ മിനിയോൺസിൻ്റെ ഒരു പടം നിങ്ങളങ്ങ് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. എന്നുവെച്ചാൽ അത് നോക്കി വരയ്ക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. നമ്മളെല്ലാ വീഡിയോയിലും പറയണല്ലേ. നമ്മുടെ കഴിഞ്ഞ മിക്കി മൗസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് നോക്കി വെച്ച് വരയ്ക്കാൻ. അപ്പോൾ എല്ലാവരും പറഞ്ഞു അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വേറെ ഒന്നും അല്ല, നമ്മുടെ ഒരു കൊച്ചു മിടുക്കി, പേര് ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നു പോയല്ലോ. എൻ്റെ ഒന്നോ കിട്ടിപ്പോയി. കീർത്തന എന്ന് പറഞ്ഞ ഒരു കൊച്ചു മിടുക്കിയാണ്. അടിപൊളിയായിട്ട് നമുക്ക് ആ കോക്കനട്ട് ക്രാഫ്റ്റ് ഐഡിയയിൽ നമ്മുടെ ആ മിക്കി മൗസിന് ചെയ്ത് വെച്ച് നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ അത് കണ്ടേച്ചു വേണോട്ടോ പോകാൻ. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. എന്നെ പറയാം, ഒത്തിരി സന്തോഷമുണ്ട് നമ്മൾ വീഡിയോ കണ്ടേച്ച് ആരെങ്കിലും ഒക്കെ അത് ട്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ. ഞാൻ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് അതിൻ്റെ ഫോട്ടോ അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മളത് വീഡിയോയുടെ അവസാനം അല്ലെങ്കിൽ വീഡിയോയുടെ എപ്പോഴെങ്കിലും നമ്മൾ കാണിക്കുന്നതാണ്. നിങ്ങൾ അയച്ചു തരുന്ന നിങ്ങളുടെ ട്രൈ ചെയ്ത ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ അടിപൊളിയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ കണ്ണാട ഇങ്ങനെ ചുറ്റുമുണ്ടല്ലോ, ആ മിക്കി മൗസ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് തന്നെ, ഇന്ന് മിനിയോൺസ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ മിനിയോൺസിൻ്റെ കണ്ണട നമ്മൾ
ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ അങ്ങ് വരയ്ക്കുവാണ്. പിന്നെ അവൻ്റെ ആ ഇച്ചിരി പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇച്ചിരി പ്രൊഫഷണലായിട്ട് ചെയ്യണമല്ലോ, അതുകൊണ്ട് അയ്യോ എനിക്ക് വയ്യ, ഞാനിതൊക്കെ എങ്ങനെയല്ലേ പറയണേ, നമുക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതുകൊണ്ട് ആ കണ്ണാടിക്ക് ചുറ്റും നമ്മൾ ചെറിയൊരു മഞ്ഞ കളറിൻ്റെ ഒരു ഇത് കൊടുക്കുവാണ്. കാരണം കണ്ണായിട്ടൊക്കെ തോന്നുന്നുണ്ട് ഇച്ചിരി. അതേപോലെ നമ്മൾ പറയാറുണ്ട് കേട്ടോ, മിക്ക കണ്ണും വരയ്ക്കുമ്പോൾ നമ്മൾ കണ്ണിനകത്ത് വൈറ്റ് സ്പോട്ടുകൾ കൊടുക്കാറുണ്ട് ചിലയിടത്ത്. അപ്പോൾ അതിങ്ങനെ ഒറിജിനാലിറ്റി കൂടാൻ വേണ്ടിയാട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തേച്ചുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ആ 2 ചെറിയ കുഞ്ഞി പൊട്ട് പോലെ ഇല്ലേ, അവിടെ നമ്മൾ ചെറിയ 2 വൈറ്റ് സ്പോട്ടുകൾ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ. അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ കണ്ണാടിയായിട്ട് നമ്മളങ്ങ് ബാക്കിയുള്ളതൊക്കെ അങ്ങ് വരച്ച് വെക്കുവാണ്. ഇനി ഇതൊക്കെ വരച്ചേച്ച് നമ്മളങ്ങ് വെട്ടി ഒട്ടിക്കുക കേട്ടോ ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴേ ഈ മിനിയോൺസ് ഒക്കെ ഇടയ്ക്ക് വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങളുടെ കാലത്തൊന്നും ഇങ്ങനെ മിനിയോൺസ് അല്ലായിരുന്നു. അന്ന് മറ്റേ സ്പോഞ്ച് പോലത്തെ ഒരു സാധനം ഇല്ലായിരുന്നു. സ്പോഞ്ചില്ല, ഇത് ചീസ് പോലത്തെ, ആ ചീസിൻ്റെ ഇതും ഓഗീത കോക്രോച്ച് പിന്നെ എന്നാ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴേ ഞാൻ ആ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനിപ്പോഴേ ഇവിടെ കിടന്ന പഴയ ഒരു ജീൻസിന് തുണി അങ്ങ് എടുത്തു. എന്നുവെച്ചാൽ ഒരു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തേക്കുവാണ്. എന്നുവെച്ചാൽ മറ്റേ നമ്മുടെ മിനിയോൺസിനെ കണ്ടറിയാലോ, അങ്ങനത്തെ ഒരു അവൻ്റെ ഒരു ഉടുപ്പുണ്ടല്ലോ, അതാണ് നമ്മൾ ഈ ജീൻസ് വെച്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളത് അങ്ങ് ഓരോന്നോരോന്ന് അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുവാണ് ഓരോ സെറ്റപ്പായിട്ട്. ഇതൊക്കെ എങ്ങനെ പറഞ്ഞു തന്നെന്ന് അറിയില്ല, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ അങ്ങ് ഒട്ടിച്ച് കൊടുത്തേരെ കേട്ടോ. കണ്ട, നമ്മളിപ്പോൾ പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് നമ്മളവിടെ അവൻ്റെ ആ പോക്കറ്റൊക്കെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ സംസാരം ചിലർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാറില്ലായിരിക്കും, നമ്മുടെ സംസാരത്തിൻ്റെ ശൈലി, അതൊന്നും സാരമില്ല. പിന്നെ അവൻ്റെ ആ 2 പണ്ടത്തെ നമ്മുടെ വള്ളി നിക്കർ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ 2 വള്ളി നമ്മളൊക്കെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പണിയൊക്കെ തീർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇവൻ്റെ ആ കണ്ണങ്ങ് ഒട്ടിച്ച് കൊടുക്കണം. കണ്ണൊട്ടിക്കുമ്പോഴേ നല്ല പരത്തി അങ്ങ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ കണ്ണിച്ചിരി പൊക്കി അങ്ങ് വെക്കണം കേട്ടോ, എന്നുവെച്ചാണ് ഒട്ടിക്കാൻ പോളൂ, അല്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കും. അങ്ങനെ നമ്മുടെ ഏകദേശം പണി കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ബാക്കിയുള്ളത്? കൈ വരയ്ക്കണമല്ലേ. നമുക്ക് കൈ വരയ്ക്കാം. അതും നമ്മൾ ഒരുമാതിരി ഒരു വീഡിയോ എടുത്ത് വെച്ച് ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ കൂടെയാണ് നമ്മളിത് നോക്കി വരയ്ക്കണം കേട്ടോ. പിന്നെ വരയ്ക്കുമ്പോഴേ 2 ഒരേപോലെ ഇരിക്കണേ. അവൻ്റെ ആ വായും കൂടെ നമുക്കങ്ങ് വരച്ച് കൂട്ടിയേക്കാം. പിന്നെ നമുക്കങ്ങ് വരച്ച് കൊടുക്കാം. ഞാൻ പെയിൻറ്റ് ഉപയോഗിച്ച് വരയ്ക്കാനുള്ള, കാരണം വലിയ വായല്ലോ ചെറിയ കുഞ്ഞു വായല്ലോ, അതുകൊണ്ട് ഞാൻ പെൻസിലും കൊണ്ട് അങ്ങ് വരച്ച് കൊടുക്കുവാണ്. പെൻസിൽ പിന്നെ പോകുന്നില്ലല്ലോ, ഒരു കളർ പെൻസിലും കൊണ്ട് നമ്മളങ്ങ് ആ വായ അങ്ങ് വരച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷമേ നമ്മൾ അവൻ്റെ 2 കൈ അങ്ങ് വരയ്ക്കുവാണ്. കൈ 2ഉം ഒരേ പ്രപ്പോർഷൻ ആയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാക്കോതിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യിച്ച് ഒരുമാതിരി ഇതായിട്ട് 2ഉം ഒരേപോലെ ഇരിക്കുന്ന വിധത്തിൽ നിങ്ങൾ വരച്ച് വയ്ക്കുക. ഇവിടെ ഈ ടൈം ലാപ്സ് എടുത്ത് ഇടണമെന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ നല്ല സമയമെടുത്ത് ചെയ്യേണ്ട പരിപാടിയാണേ. നിങ്ങൾ നോക്കുമ്പോൾ ഷട്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കാര്യം നടക്കുന്നുണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിടയ്ക്ക് ഓരോന്നോരോന്ന് കാര്യമൊക്കെ നടന്ന് പോകുന്നുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിനൊക്കെ നല്ല സമയമെടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാലും ഇച്ചിരി കഷ്ടപ്പാടാണ്. ഇച്ചിരി സമയമൊക്കെ എടുത്ത് വേണം, ഇച്ചിരി കോൺസെൻട്രേഷനോടെയൊക്കെ വേണം ഇതൊക്കെ ചെയ്യാൻ. മുറിക്കുമ്പോഴൊക്കെ അത്ര ഇച്ചിരി രസമായിട്ട് മുറിച്ചാലാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്കങ്ങ് വരത്തുള്ളൂ. ഇപ്പോൾ പക്ഷേ ഞാൻ ഈ ഫോട്ടോയോ ഓഡിയോ ഒക്കെ എടുക്കുമ്പോഴേ കാക്കയ്ക്കും പട്ടിക്കും ഒക്കെ ഇച്ചിരി കുഴപ്പം. വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് എല്ലാ ദിവസവും എന്നാന്നറിയില്ല, എൻ്റെ വഴിക്കുമ്പോൾ ഇവിടുത്തെ പട്ടി കുരയ്ക്കാൻ തുടങ്ങും. പിന്നെ ഇവിടെ കുറേ ചീവീടിൻ്റെ വെച്ച് നിങ്ങൾക്ക് കേൾക്കാമെന്ന് തോന്നണം, എനിക്കറിയില്ല കേൾക്കാമോ ഇല്ലയോ എന്ന്. ഞാനത് പിന്നെ മറ്റേ മൈക്കില്ലേ, ആ മൈക്ക് ചുമ്മാ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒച്ച ഉണ്ടാവും, ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും അല്ലേ. എന്നാന്നറിയാൻ പാടില്ല. പിന്നെ നമ്മൾ ആ പോക്കറ്റ് പോലത്തെ ഒരു സാധനം ഒട്ടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ല, അതിനകത്ത് ഈ ചില ഡിസൈനൊക്കെ ഉണ്ടല്ലോ അവന്മാർക്ക് ഓരോ എംബ്ലമൊക്കെയോ കറക്റ്റായിട്ട് എനിക്ക് അറിയുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓരോന്ന് നമ്മളങ്ങനെ ഒട്ടിച്ച് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ മിനിയോൺസിൻ്റെ കാര്യം അടിപൊളിയായിട്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ട് നമ്മുടെ മിനിയോൺസ്? കിടുക്കാച്ചി മിനിയോൺസ് അല്ലേ? ഇങ്ങനെ കണ്ടപ്പോഴാട്ടോ ആലോചിച്ചത്, ഇവനെ വേണമെങ്കിൽ ഒരു കോയിൻ ബോക്സ് ആയിട്ട് ഉപയോഗിക്കാമല്ലേ, അവൻ്റെ മേലുള്ള ഹോൾ ഇച്ചിരി വലുതാക്കുവാണെങ്കിൽ. അപ്പോൾ അതൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്തോളൂ കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് അടുത്ത ഞാൻ എന്താണ് ഉണ്ടാക്കി കാണേണ്ടെന്ന് ആഗ്രഹമുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഡിസ്നി ക്യാരക്ടറിനെയോ അല്ലാത്ത ഏതെങ്കിലും ക്യാരക്ടറിനെയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചെടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മറക്കണ്ട ആ ബെല്ലൈക്കൻ്റെ കാര്യം, എങ്കിലാണ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇതൊന്നും പിന്നെ വേറെ ഒരു ചാനലിൽ നിന്ന് കിട്ടില്ല കേട്ടോ, അത് നിങ്ങൾ ആലോചിച്ചോളുക. അപ്പോഴേ മറ്റേ കൊച്ചു മിടുക്കിയുടെ കാര്യം നിങ്ങൾ മറക്കരുത്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട്.
കീർത്തന എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയെ കഴിയുന്ന വിധത്തിൽ അടിപൊളിയായിട്ട് മിക്കി മൗസിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം അങ്ങനെ കാണുന്നതിന്. അപ്പോൾ നിങ്ങൾ മറക്കാതെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ട്രൈ പിക്ചർ വാട്സപ്പിൽ അയച്ചു തരിക. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എങ്ങനെയാണ്, അടുത്ത ദിവസം കാണും വരെ എല്ലാവർക്കും ബൈ അല്ലേ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ അടുത്തൊരു ദിവസം കാണും വരേക്കും എല്ലാവർക്കും ബൈ. ദിസ് ഇസ് ബിനിത് പി നോബിൾ സൈനിങ് ഓഫ് ഫ്രം നിങ്ങളുടെ സ്വന്തം ടെക് ആർട്ട് വ്ലോഗ് സഫാരി.